ഹലോ, വെൽക്കം ടു മൈ ചാനൽ സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. എഗ് റൈസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുത്തു വിടാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ എഗ് റൈസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഈ റൈസിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി കൂടുതൽ വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഒരു 2 വലിയ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചേർത്താൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് ഇങ്ങനെ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് എടുത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ തക്കാളി അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് നുറുക്കി ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ തക്കാളി ഒഴിവാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. തക്കാളി ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിലും ചേർക്കാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചിക്കൻ മസാല വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 3 മുട്ടയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ റൈസിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പെപ്പർ ചേർക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൽ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് മുട്ടയുടെ ഫ്ലേവറും അതുപോലെ തന്നെ മുട്ടയുടെ ടേസ്റ്റുമാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ മുട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചോറ് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പൊന്നി അരി വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ. പൊന്നി അരിയും കൊണ്ടുള്ള ചോറാണ്. നിങ്ങൾക്ക് ബസ്മതി റൈസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ബിരിയാണി അരിയൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് 1.5 ഗ്ലാസ് അരി വെച്ചിട്ടുള്ള ചോറാണ്, അരി കൊണ്ടുള്ള ചോറാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് മസാല ഫ്ലേവേഴ്സൊന്നും ഇല്ലാത്ത, അതേസമയം മുട്ടയുടെ ഫ്ലേവറും അതുപോലെ തന്നെ മുട്ടയുടെ ടേസ്റ്റും മുന്നിട്ട് നിൽക്കുന്ന ഒരു റൈസാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അതുപോലെ തന്നെ മുട്ടയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടാം. 3 4 അല്ലെങ്കിൽ 5 മുട്ട വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ 5 മുട്ട വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇത്തിരിയും കൂടിയും കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. എഗ്ഗ് അല്ലെങ്കിൽ കുരുമുളക്, പച്ചമുളക് ആ ഒരു കോമ്പിനേഷൻ സൂപ്പറാണ് കേട്ടോ ഈ ഒരു റൈസിന്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ റൈസിൽ നിന്ന് നന്നായിട്ട് ആവി വരണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാലും മതി. ഇനി ഞാനിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിയില ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ മസാലകളൊക്കെ ചേർത്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ മസാലകളൊന്നും ഇല്ലാതെ എഗ്ഗിൻ്റെ ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള റൈസാണിത്. ഇപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ സവാളയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സാലഡ്, പിന്നെ പപ്പടം, അച്ചാർ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ
ഒരു ലൈക്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പികളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.